ജെറമിയായുടെ പുസ്തകത്തിനുള്ള വായന 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. പാർട്ട് 1. ജെറമിയായെ ദൈവം വിളിക്കുന്നു. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ. യൂദാ രാജാവായ ആമോൻ്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. യൂദാ രാജാവായ ജോസിയായുടെ മകൻ യാഹോയാക്യാമിൻ്റെ കാലത്തും ജോസിയ രാജാവിൻ്റെ മകൻ സെദീക്കിയായുടെ ഭരണത്തിൻ്റെ 13-ാം വർഷം 5-ാം മാസം ജെറൂസലേം നിവാസികൾ നാടു കടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജെറമിയായെ ചെറുപ്പത്തിലെ തന്നെ അങ്ങയുടെ വചനങ്ങൾ അരുളി ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഞാൻ ബാലനാണെന്ന് പറയുന്ന അവസരത്തിൽ കർത്താവെ, അങ്ങ് ജെറമിയായോട് പറഞ്ഞല്ലോ, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്നോടുകൂടെ ഞാനുണ്ട്. ദൈവവചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് മുന്നേറിയ ജെറമിയായുടെ ജീവിതം ഞങ്ങൾ കാണുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രകാശമായി നിയോഗിച്ചു. ദൈവമേ, ഈ വചനം കടന്നു ചെല്ലുന്ന മനസ്സുകളിൽ കുളിർമയുടെ പെരുമഴ പെയ്യട്ടെ, ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ. നല്ല ദൈവവിളികൾ സഭകളിലുണ്ടാകട്ടെ. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ കടന്നു വരട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഏറ്റവും പ്രിയമുള്ളവരെ, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുഴുവനും നമ്മൾ വായിച്ച് പ്രാർത്ഥിച്ച് ഈ യൂട്യൂബിലൂടെ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, വചനം കേൾക്കുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ.